ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ കിച്ചു സുധി രേണു സുധിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് പറയുന്നുണ്ട് താൻ എന്തുകൊണ്ട് രേണുവിനെ പോയി കാണുന്നില്ല, ഇപ്പം രേണുവിനുണ്ടെങ്കിൽ ക്യാൻസറൊക്കെ അല്ലേ, എന്നിട്ടും എന്തുകൊണ്ട് പോയി കാണുന്നില്ല എന്ന് ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കിച്ചു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് കിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു സുധി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് അതിനകത്തുണ്ട്. അതിൽ നിന്ന് കുറേയധികം പൈസ രേണുവിനൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ചില കണ്ടൻറ്റൊന്നും തനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഇതുണ്ടെങ്കിൽ ഋതപ്പന്, ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പന് അവന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും, അങ്ങനെ ചെയ്യാതിരിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജിന് മറുപടിയായിട്ട് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ മോശമായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല, അതിന് ലൈവിൽ വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ല അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കിച്ചുവിന് മറുപടിയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം രേണുവിൻ്റെ അതിനകത്തുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറേയധികം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് ഇപ്പം ക്യാൻസറാണ് ലേറ്റസ്റ്റ് ആയിട്ടെന്ന് അറിഞ്ഞ സമയത്ത് വരെ രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ തനിക്ക് പൈസയൊക്കെ ആവശ്യമായിട്ട് വരുന്നൊരു സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതിനെതിരെ വരെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കിച്ചു ഈ ഒരു കാര്യമാണ് താനുണ്ടെങ്കിൽ രേണുവിനെ പോയി കാണാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഉറപ്പായിട്ടും രേണുവിനെ പോയി കാണും എന്നുള്ളൊരു കാര്യം കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഇത് കണക്ക് കമൻസൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു മറുപടി തന്നത്. അതുപോലെ തന്നെ തനിക്കെതിരെ ഞാനുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പോയി കാണും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട സമയത്തുണ്ടെങ്കിൽ ഒരാളത് എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോകണം എന്നില്ല എന്നുള്ളത്. അത് രേണു ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കാണിച്ചിട്ടാണ് കിച്ചു ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കിച്ചു പറഞ്ഞതാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അതിനൊക്കെ മറുപടിയായിട്ട് ഇപ്പോൾ രേണു തന്നെ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. കിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ആദ്യമേ മെസ്സേജ് ഇട്ടത് കിച്ചുവിനാണ്. കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് കണക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം തന്നെ 500 പേരായിട്ടുണ്ട്, ഇത്രയും രൂപ വെച്ചാൽ 150 രൂപ വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ ഒരു കിച്ചു എൻ്റെ അടുത്ത് 150 രൂപ തരാൻ പറഞ്ഞ് മെസ്സേജ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ നടത്തിയ ഒരു മെസ്സേജ് ചാറ്റ് ഉണ്ടെങ്കിൽ രേണു ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാവുന്നതാണ്, ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ ആണ്, അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കിച്ചു തനിക്ക് മെസ്സേജ് ഇട്ടതാണ്. പിന്നെ എന്തിനാണ് ഇതേ കണക്ക് വന്ന് വീഡിയോ ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. അന്നുണ്ടെങ്കിൽ കിച്ചു ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും ഫോട്ടോസൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇപ്പം ഇതേ കണക്ക് എന്തിനാണ് വന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനുണ്ടെങ്കിൽ ഇപ്പം വയ്യാതെ ഇരിക്കുന്നൊരു സമയം കൂടി, എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കൂ എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് കിച്ചുവിൻ്റെ അടുത്ത് പറയാനുള്ളൂ. എന്നെ ഇനി അമ്മയെന്നോ ഒന്നും വിളിക്കേണ്ട, എനിക്ക് എൻ്റെ മോൻ ഋതപ്പനുണ്ടാവുക, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കൂ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീ എൻ്റെ കയ്യിൽ നിന്ന് കുറേയധികം പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊമോഷൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ദുബായിലൊക്കെ പോയതിൻ്റെയൊക്കെ അതിൽ നിന്നെല്ലാം കിട്ടിയ പൈസയെല്ലാം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നീ ഒരിക്കലും ഋതപ്പനോ ഒന്നും പൈസ, നിനക്ക് കിട്ടിയ പൈസയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നീ ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ നീ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട്. നിൻ്റെ യഥാർത്ഥ പേര് രാഹുൽ എന്നല്ലേ, നിന്നെപ്പറ്റി ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ തന്നെ എന്തൊക്കെ നിന്നെക്കുറിച്ച് അറിയാൻ പറ്റും. അതൊന്നും ഞാൻ വെളിയിൽ പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ എൻ്റെ മോനെ പോലാണ് എന്നുള്ളത് കൊണ്ടാണ്, ഞാൻ അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. എന്നിട്ടും നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നീ ഇതൊന്നും എൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത്. ഞാനുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ആണ് കൊണ്ടുവന്ന് കാണിച്ചത്, നീ ഇത് കണക്ക് വീഡിയോ ചെയ്തു എന്നുള്ളൊരു കാര്യം. ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. കിച്ചു, നിന്നെ ഞാൻ നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത്, എൻ്റെ മോനെ പോലെയാണ്, അത്രയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് പോലും ഇതുപോലെ എനിക്കെതിരെ പറയുകയെന്ന് പറയുമ്പോഴത്തേന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് രേണുവിന് കുറേയധികം പേര് സപ്പോർട്ടായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമാകുമ്പോൾ എന്ന സമയത്ത് നീ ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട, ഇതൊന്നും കാണാതെ നീ ചികിത്സയിൽ നിൻ്റെ മാനസികാവസ്ഥയൊക്കെ നല്ല രീതിയിൽ ഇരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേണുവിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ സ്ഥിതി ഇപ്പം വളരെ മോശമാണെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി അറിയാം, പിന്നെ എന്തിനാണ് ഇതൊക്കെ ആരെടുത്ത് ബോധിപ്പിക്കാനാണ് പറയുന്നത്,
നീ അതൊന്നും ചെയ്യണ്ട, നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനിപ്പോൾ കിച്ചു മറുപടിയായിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും രേണു കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ആ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്.